ആ വലിയ വീടിന്റെ വിശാലമായ ഹോൾമുറിയിൽ വല്ലാത്തൊരു നിശബ്ദത തളങ്ങിട്ട് നിൽക്കുകയായിരുന്നു. ചുവരിലെ വലിയ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം മാത്രം അവിടെ വ്യക്തമായി കേൾക്കാം. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനും പ്രമാണിയുമായിരുന്ന വിശ്വനാഥൻ സാർ അന്തരിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വക്കീൽ ശേഖരൻ വിശ്വനാഥൻ സാറിന്റെ വിൽപത്രം വായിക്കാനായി എത്തിയത്. മുറിയുടെ നടുവിലിട്ട വലിയ മേശയ്ക്കു ചുറ്റും ആഡംബരത്തിന്റെ തിളക്കത്തിൽ വിശ്വനാഥന്റെ മൂത്ത മകൻ ഹരിയും മകൾ രമയും ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് അച്ഛൻ മരിച്ചതിന്റെ സങ്കടത്തേക്കാൾ തങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന കോടികളുടെ സ്വത്തിനെ കുറിച്ചുള്ള ആർത്തിയും ആകാംക്ഷയുമാണ് പ്രകടമായിരുന്നത്. എന്നാൽ അതേ മുറിയുടെ ഇരുണ്ട ഒരു മൂലയിൽ പൊട്ടിയൊലിക്കാൻ വെമ്പി നിൽക്കുന്ന കണ്ണീരടക്കി തന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഞ്ജലി നിൽക്കുന്നുണ്ടായിരുന്നു. ബിൽപത്രം കയ്യിലെടുത്ത് വക്കീൽ കണ്ണട തുടച്ചു വെച്ചുകൊണ്ട് വായന ആരംഭിച്ചു. വിശ്വനാഥൻ സാർ തന്റെ പൂർണ്ണബോധത്തോടെ എഴുതിയ അവസാന വിൽപത്രമാണിത്. വക്കീലിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ഹരിയും രമയും ശ്വാസമടക്കി പിടിച്ച് മുന്നോട്ടാഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കോടികൾ വിലമതിക്കുന്ന വലിയ തറവാട് വീടും അതിനോട് ചേർന്നുള്ള 100 ഏക്കർ റബ്ബർ തോട്ടങ്ങളും മൂത്ത മകൻ ഹരിക്ക് നൽകുന്നു. കൂടാതെ ബാങ്കിലുള്ള 50 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും കുടുംബപരമായി ലഭിച്ച പാരമ്പര്യ സ്വർണ്ണാഭരണങ്ങളും രണ്ടാമത്തെ മകൾ രമയ്ക്കായി മാറ്റിവെക്കുന്നു. വക്കീലിന്റെ വാക്കുകൾ കേട്ടതും രമയുടെ മുഖത്ത് ഒരു വിജയച്ചിരി വിരിഞ്ഞു. അവൾ ഹരിയെ നോക്കി ആശ്വാസത്തോടെ കണ്ണു ചുമി. തങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്ന ഭാവമായിരുന്നു ഇരുവർക്കും. എന്നാൽ വിൽപത്രത്തിന്റെ അടുത്ത വരികൾ വായിക്കാൻ തുടങ്ങിയ വക്കീലിന്റെ ശബ്ദത്തിൽ ചെറിയൊരു ഇടർച്ചയുണ്ടായി. അദ്ദേഹം ഒന്ന് നിർത്തി മൂലയിൽ നിൽക്കുന്ന അഞ്ജലിയെ നോക്കി. അഞ്ജലി തന്റെ കുഞ്ഞുങ്ങളെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു. തന്റെ പ്രിയപ്പെട്ട അച്ഛൻ തനിക്കായി എന്തെങ്കിലും കരുതി വെക്കാതിരിക്കില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. വക്കീൽ വായന തുടർന്നു. എന്നാൽ 3ാമത്തെ മകളായ അഞ്ജലിക്ക് വിശ്വനാഥൻ സാർ നൽകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ലേലത്തിൽ വെറും 10,000 രൂപക്ക് വാങ്ങിയ നഗരത്തിന്റെ അതിർത്തിയിലുള്ള ഒരു പഴയ മൺവീടും അത് സ്ഥിതി ചെയ്യുന്ന 5 സെന്റ് സ്ഥലവും മാത്രമാണ്. ഇതല്ലാതെ കുടുംബസ്വത്തിൽ മറ്റൊരു അവകാശവും അവൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുവരെ അടക്കി പിടിച്ചിരുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ മുറിയിൽ പെട്ടെന്ന് ഒരു വലിയ പരിഹാസച്ചിരി മുഴങ്ങി. അത് ഹരിയുടെയും രമയുടെയും വകയായിരുന്നു. ഹരി കസേരയിൽ എന്നെഴുന്നേറ്റ് കൈകൾ കെട്ടി അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞിരുന്നു. കേട്ടില്ല ഇനി? 10,000 രൂപയുടെ പഴയൊരു മൺവീട്. അച്ഛന് നിന്റെ വില കൃത്യമായി അറിയാമായിരുന്നു. അന്തസ്സുള്ള ഒരു കുടുംബത്തിന്റെ പേര് ചളിയിൽ മുക്കി നീയൊരുവന്റെ കൂടി ഇറങ്ങിപ്പോയപ്പോൾ ഈ അച്ഛന്റെ നെഞ്ച് എത്രമാത്രം തകർന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചവന്റെ കൈ പിടിച്ച് നാടുവിട്ടപ്പോൾ ഈ കുടുംബത്തെ നീ മറന്നു. ഇപ്പോൾ അവൻ മരിച്ചപ്പോൾ 2 കുഞ്ഞുങ്ങളുമായി ഇങ്ങോട്ട് വരാൻ നിനക്ക് എങ്ങനെ തോന്നി? നാണമില്ലേ നിനക്ക്? ഹരിയുടെ ഓരോ വാക്കുകളും അഞ്ജലിയുടെ നെഞ്ചിൽ തറക്കുന്ന അമ്പുകളായിരുന്നു. അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് അശ്രുധാരകൾ ഒഴുക്കിക്കൊണ്ടിരുന്നു. അവളുടെ മൂത്ത മകൻ രാഹുൽ അമ്മയുടെ സാരിത്തുമ്പിൽ ഭയത്തോടെ മുറുകെ പിടിച്ചു. പെട്ടെന്ന് രമയും പരിഹാസത്തോടെ അഞ്ജലിയുടെ അരികിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അവിടെ വല്ല പാമ്പോ തേളോ കാണും. നീ വേഗം അങ്ങോട്ട് ചെല്ലേ. ഒരു കാര്യം ഓർത്തു വെച്ചോ, നീ ഈ തറവാടിന്റെ മുറ്റത്ത് ഇനി നിന്റെ കാല് കുത്തിപ്പോകരുത്. ഇപ്പോൾ തന്നെ ഇവിടെ നിറങ്ങാൻ നോക്ക്. രമയുടെ ആജ്ഞ കേട്ട് അഞ്ജലി തകർന്നുപോയി. പണ്ട് താൻ ഓടിക്കളിച്ച തന്റെ അച്ഛന്റെ തണലുണ്ടായിരുന്ന ആ വീട്ടിൽ നിന്ന് സ്വന്തം സഹോദരങ്ങൾ തന്നെ ഒരു പുഴുവിനെ പോലെ ഇറക്കി വിടുകയാണ്. കയ്യിൽ കിട്ടിയ വിൽപത്രത്തിന്റെ പകർപ്പ് മുറുകെ പിടിച്ച് തലകുനിച്ച് അവൾ ആ വലിയ വീടിന്റെ പടവുകൾ താഴേക്കിറങ്ങി. അവൾ പടിയിറങ്ങുമ്പോൾ ആകാശം കറുത്തിരുണ്ട് വലിയ ഇടിമിന്നലോടെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പ്രകൃതി പോലും അവളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് പോലെ അവൾക്ക് തോന്നി. കനത്ത മഴയത്ത് അഞ്ജലി തന്റെ പഴയ മാരുതിക്കാറിൽ മക്കളുമായി ആ നഗരത്തിന് പുറത്തുള്ള വിജനമായ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവളുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നായി കടന്നു വന്നു. വിപിൻ അവളുടെ ജീവനായിരുന്നു. വീട്ടുകാരുടെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ച് ഒരു തുളസിമാല ചാർത്തി അമ്പലനടയിൽ വെച്ചാണ് അവൾ വിപിന്റെ പാതിയായത്. വിപിനൊപ്പമുള്ള ആ ചെറിയ വാടക വീട് അവൾക്ക് കൊട്ടാരമായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. 2 കുഞ്ഞുങ്ങൾ ജനിച്ചതിന് പിന്നാലെ ഒരു കറുത്ത ദിനത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിപിനെ ഒരു ലോറി ഇടിച്ചു തെറിപ്പിച്ചു. ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമെന്ന് കരുതിയ തന്റെ പ്രിയപ്പെട്ടവൻ ഒടുവിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജീവനറ്റ ശരീരമായാണ് മടങ്ങിയെത്തിയത്. അന്ന് അഞ്ജലിയുടെ ലോകം നിശ്ചലമായി. ഭർത്താവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞയുടൻ വിപിന്റെ വീട്ടുകാരുടെ സ്വഭാവം മാറി. നീ വന്ന കാലം തൊട്ടാണ് ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. നീ ഒരു അപശകുനമാണ് എന്ന് പറഞ്ഞ് വിപിന്റെ അമ്മ അവളെയും കുഞ്ഞുങ്ങളെയും പടിയിറക്കി വിട്ടു. നിന്റെ വീട്ടുകാർക്ക് കോടികളില്ലേ, അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പരിഹസിച്ച് അവർ വാതിൽ കൊട്ടിയടച്ചപ്പോഴാണ്
ഒരിറ്റു കുടിവെള്ളത്തിന് പോലും വകയില്ലാതെ അഞ്ജലി സ്വന്തം അച്ഛനെയും സഹോദരങ്ങളെയും തേടി തറവാട്ടിലെത്തിയത്. എന്നാൽ അച്ഛൻ മരിച്ചതോടെ അവിടെയും താനൊരു ബാധ്യതയും വെറുക്കപ്പെട്ടവളുമായി മാറിയെന്ന തിരിച്ചറിവ് അവളെ ആകെ തളർത്തിക്കളഞ്ഞു. യാത്രക്കൊടുവിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു വിജനമായ വഴിയിലൂടെ വണ്ടി മുന്നോട്ട് നീങ്ങി. ഒടുവിൽ വണ്ടി നിർത്തിയപ്പോൾ മക്കൾ പേടിയോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. മുന്നിൽ കണ്ട കാഴ്ച ഏതൊരാളെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് മേൽക്കൂര തകർന്ന് വീഴാറായ ജനലുകൾ ചിതൽ പിടിച്ച ഒരു പഴയ മൺവീട്. ആർക്കും വേണ്ടാത്ത ഒരു പാഴ്വസ്തു പോലെയാണ് അതവിടെ കിടക്കുന്നത്. കയ്യിലാണെങ്കിൽ വെറും 200 രൂപ മാത്രം. മക്കൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല. അഞ്ജലി ആ കാറിന്റെ സ്റ്റെയറിംഗിൽ തലചായ്ച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മേ, നമ്മൾ എവിടെയാ വന്നത്? എനിക്ക് പേടിയാകുന്നമ്മേ എന്ന് പറഞ്ഞ മകൾ വിതുമ്പിയപ്പോൾ അഞ്ജലി തന്റെ കണ്ണുകൾ തുടച്ചു. തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്കായി അവൾക്ക് ജീവിച്ചേ തീരൂ. അവൾ ധൈര്യം സംഭരിച്ച് കാറിൽ നിന്നിറങ്ങി ആ പഴയ വീടിന്റെ പടിവാതിൽക്കിലേക്ക് നടന്നു. തുരുമ്പിച്ച താഴ്ബലം പ്രയോഗിച്ച് തുറന്ന് അകത്ത് കയറിയപ്പോൾ വല്ലാത്തൊരു ഇരുട്ടും മടുപ്പിക്കുന്ന മണവുമാണ് അവളെ സ്വീകരിച്ചത്. എന്നാൽ ആ ഇരുട്ടിനുള്ളിൽ തനിക്കായി തന്റെ അച്ഛൻ കാത്തുവെച്ചിരുന്ന വലിയൊരു വെളിച്ചത്തെക്കുറിച്ച് ആ നിമിഷത്തിൽ അഞ്ജലി ഒട്ടും ബോധവതിയായിരുന്നില്ല. ആ വിജനമായ കാട്ടുപ്രദേശത്ത് കനത്ത ഇരുട്ടിൽ ആ പഴയ മൺവീട് ഒരു പ്രേതാലയം പോലെ നിന്നു. ജനലുകളിൽ ചിതൽ അരിച്ചു കയറിയിരുന്നു. മേൽക്കൂരയിൽ ഓടുകൾ പലതും തകർന്നു വീണിരുന്നു. കയ്യിലുണ്ടായിരുന്ന വെറും 200 രൂപയുമായി അഞ്ജലി ആ വീട്ടിൽ ജീവിതം തുടങ്ങുമ്പോൾ മുന്നിൽ ഇരുട്ട് മാത്രമായിരുന്നു. ആദ്യ കുറച്ച് ദിവസങ്ങൾ അഞ്ജലിയെ സംബന്ധിച്ച് നരകതുല്യമായിരുന്നു. കയ്യിലുള്ള തുച്ഛമായ പൈസ കൊണ്ട് മക്കൾക്ക് എങ്ങനെ ആഹാരം നൽകുമെന്നതായിരുന്നു അവളുടെ ഏക ചിന്ത. വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവളുടെ നെഞ്ച് തകരുമായിരുന്നു. ഒടുവിൽ ആ പഴയ പറമ്പിൽ പണ്ട് അച്ഛൻ നട്ടുപിടിപ്പിച്ച കുറച്ച് കപ്പയും ചേമ്പും അവൾ കണ്ടെത്തി. അത് മണ്ണിൽ നിന്ന് കിളച്ചെടുത്ത് കഴുകി വേവിച്ച് അവൾ മക്കൾക്കായി നൽകി. കുഞ്ഞുങ്ങൾ വിശപ്പോടെ അത് കഴിക്കുമ്പോൾ അമ്മ എന്താ കഴിക്കാത്തത് എന്ന മകളുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് വിശപ്പില്ല മോളെ, അമ്മയുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ് എന്ന് കള്ളം പറഞ്ഞ് ആ അമ്മ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഉള്ളിൽ കരയുമ്പോഴും മക്കൾക്ക് മുന്നിൽ അവൾ ധൈര്യം കൈവിട്ടില്ല. പകൽ വെളിച്ചത്തിൽ അഞ്ജലി ആ വീടും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ വഴിയിലൂടെ പോകുന്ന നാട്ടുകാർ അത്ഭുതത്തോടെയും പരിഹാസത്തോടെയും അവളെ നോക്കി. ഈ കാട്ടിലെ തകർന്നു വീഴാറായ മൺപൊത്തിൽ താമസിക്കാൻ ഇവൾക്ക് വട്ടാണോ എന്ന് അവർ പരസ്പരം പിറുപിറുത്തു. ഒരു ദിവസം അവളുടെ മൂത്ത സഹോദരൻ ഹരിയുടെ വിശ്വസ്തനായ ഒരു ജോലിക്കാരൻ അങ്ങോട്ട് വന്നു. അവൻ അഞ്ജലിയുടെ അവസ്ഥ കണ്ട് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അഞ്ജലി മാഡം, ആ കിടക്കുന്ന പഴയ മാരുതി കാർ വിൽക്കുന്നുണ്ടോ? അത് വിറ്റാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് കഞ്ഞി കുടിക്കാനുള്ള വകയെങ്കിലും കിട്ടും. അവന്റെ ആ വാക്കുകൾ കേട്ടിട്ടും അഞ്ജലി തളർന്നില്ല. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കാരണം തോറ്റുകൊടുക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ ആ വീടിന്റെ ചുവരുകളിലെ മാറാലകൾ ഓരോന്നായി നീക്കിക്കൊണ്ട് തന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടം തുടർന്നു. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെയൊരിക്കൽ കനത്ത ഇടിമിന്നലോട് കൂടിയ ഒരു രാത്രി എത്തി. പുറത്ത് കാറ്റുമഴയും ആ പഴയ വീടിനെ ആകെ പിടിച്ചുലക്കുകയായിരുന്നു. മേൽക്കൂരയിലെ തകർന്ന ഓടുകൾക്കിടയിലൂടെ വെള്ളം ആ മുറിയിലേക്ക് ആകെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. തറയിൽ വെള്ളം പടർന്നപ്പോൾ അഞ്ജലി ആകെ പരിഭ്രാന്തയായി. മക്കളെ മുറിയുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തി അവൾ തന്റെ കീറിത്തുടങ്ങിയ സാരി കൊണ്ട് അവരെ പുതപ്പിച്ചു. വെള്ളം പുറത്തേക്ക് കളയാനും മേൽക്കൂരയിലെ ചോർച്ച എങ്ങനെയെങ്കിലും അടക്കാനും അവൾ കഷ്ടപ്പെട്ടു. ആ രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെ ഉണർന്നിരുന്നു. ചോർച്ച എവിടെ നിന്നാണെന്ന് കൃത്യമായി അറിയാൻ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് മുകളിലേക്ക് അടിച്ചു നോക്കിയപ്പോഴാണ് അഞ്ജലി ആ കാഴ്ച ശ്രദ്ധിച്ചത്. ആ വീടിന്റെ മുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മരത്തടിയുടെ ഒരു വശത്ത് വിചിത്രമായി ചില കൊത്തുപണികൾ കാണാമായിരുന്നു. സാധാരണ വീടുകളിൽ കാണാത്ത തരം ഒരു നിർമ്മിതിയായിരുന്നു അത്. അവൾ ടോർച്ചിന്റെ വെളിച്ചം അങ്ങോട്ട് കൂടുതൽ കേന്ദ്രീകരിച്ചു. സൂക്ഷ്മമായി നോക്കിയപ്പോൾ ആ തടിയുടെ ഒരു ഭാഗം വശങ്ങളിലേക്ക് നീക്കാവുന്ന രീതിയിലാണെന്ന് അവൾക്ക് തോന്നി. വല്ലാത്തൊരു ഹൃദയമിടിപ്പോടെ അവൾ മുറിയിലുണ്ടായിരുന്ന ആ പഴയ മരക്കസേര എടുത്ത് ഉത്തരത്തിന് താഴെയിട്ടു. വിറക്കുന്ന കാലുകളോടെ അവൾ ആ കസേരയ്ക്ക് മുകളിൽ കയറി നിന്നു. കൈകൾ മുകളിലേക്ക് നീട്ടി ആ കൊത്തുപണിയുള്ള ഭാഗത്ത് തൊട്ടപ്പോൾ അതൊരു ചെറിയ രഹസ്യ അറയാണെന്ന് അവൾക്ക് ഉറപ്പായി. വർഷങ്ങളെ അടങ്ങിക്കിടക്കുന്നതിനാൽ ആ മരപ്പാളി പെട്ടെന്ന് ഇളകുന്നുണ്ടായിരുന്നില്ല. അഞ്ജലി തന്റെ സർവശക്തിയും സംഭരിച്ച് ആ മരപ്പാളി വശത്തേക്ക് ആഞ്ഞു തള്ളി. ഒരു ചെറിയ നരക്കത്തോടെ ആ രഹസ്യ അറ തുറക്കപ്പെട്ടു. അതിനുള്ളിലേക്ക് ടോർച്ചടിച്ചു നോക്കിയ അഞ്ജലി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആ ഇരുണ്ട അറക്കുള്ളിൽ പഴയതും വലിപ്പമുള്ളതുമായ ഒരു ഇരുമ്പ് പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആ ഇരുമ്പ് പെട്ടിക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് ഭാരമുള്ള ആ ഇരുമ്പ് പെട്ടി അവൾ താഴേക്ക് ഇറക്കി വെച്ചു. മക്കൾ രണ്ടുപേരും കനത്ത മഴയുടെ ശബ്ദത്തിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ആരും കാണാതെ വലിയ ശബ്ദമുണ്ടാക്കാതെ അവൾ ആ ഇരുമ്പ് പെട്ടിയുടെ അരികിലിരുന്നു. അവളുടെ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയായിരുന്നു.
ഈ പഴയ മൺവീടിന്റെ ഉത്തരത്തിനുള്ളിൽ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച ഈ രഹസ്യം എന്തായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. വിശപ്പും തളർച്ചയും മറന്ന് അഞ്ജലി ആ പെട്ടിയുടെ മുകളിലെ പൊടി തട്ടിക്കളഞ്ഞു. ആ പെട്ടിയുടെ പൂട്ടിൽ പഴയൊരു പിച്ചള താക്കോൽ തന്നെയുണ്ടായിരുന്നു. വിറക്കുന്ന കൈകളോടെ അഞ്ജലി ആ താക്കോൽ തിരിച്ചു. ഒരു കനത്ത ശബ്ദത്തോടെ ആ ഇരുമ്പ് പെട്ടിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ടോർച്ചിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അതിനുള്ളിലെ കാഴ്ച കണ്ട അഞ്ജലി ഒരു നിമിഷം തരിച്ചുപോയി. അത് വെറും ഒരു പെട്ടിയായിരുന്നില്ല, ഒരു വലിയ നിധിശേഖരം തന്നെയായിരുന്നു. തലമുറകൾ പഴക്കമുള്ള കൊത്തുപണികൾ ചെയ്ത അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളും നൂറുകണക്കിന് പഴയ സ്വർണ്ണ നാണയങ്ങളും അതിനുള്ളിൽ തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഓരോന്നിനും വിപണിയിൽ ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ വില വരുമെന്ന് അവൾക്ക് മനസ്സിലായി. തനിയെ പട്ടിണി കിടന്നവൾക്കും 10,000 രൂപയുടെ വീടെന്ന് പറഞ്ഞ് തങ്ങളെ പടിയടച്ച് ഇറക്കിവിട്ടവർക്കു മുന്നിൽ താൻ ഇന്ന് ഒരു കോടീശ്വരിയായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളുടെ കണ്ണുകളെ ഇറനണയിച്ചു. എന്നാൽ ആ ആഭരണങ്ങളെക്കാൾ അഞ്ജലിയുടെ കണ്ണുടക്കിയത് അതിനുള്ളിലിരുന്ന ഒരു ചെറിയ കവറിലാണ്. അതിനു മുകളിൽ അച്ഛന്റെ കൈപ്പടയിൽ വ്യക്തമായി ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ മകൾ അഞ്ജലിക്ക്. ആ പഴയ ഇരുമ്പ് പെട്ടിയിൽ നിന്നും കണ്ടെടുത്ത കവർ അഞ്ജലി വിറക്കുന്ന കൈകളോടെ തുറന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ കണ്ണീർ തുള്ളികൾ ആ കത്തിന്റെ താളുകളെ ഇറനണിയിച്ചു. അച്ഛന്റെ പരിചിതമായ ആ കൈപ്പട കണ്ടപ്പോൾ അവളുടെ നെഞ്ചിടറി. കത്തിൽ അച്ഛൻ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: മോളെ അഞ്ജലി, നീ ഈ കത്ത് വായിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാം. നീ സ്നേഹിച്ചവന്റെ കൂടെ പടിയിറങ്ങിപ്പോയപ്പോൾ ഒരു വാശിയുടെ പുറത്ത് നിന്നെ ഞാൻ മാറ്റി നിർത്തിയെങ്കിലും നിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ഈ അച്ഛന്റെ ഉള്ളിലുണ്ടായിരുന്നത്. നിന്റെ മൂത്ത സഹോദരന്മാരായ ഹരിക്കും രമയ്ക്കും പണത്തോടുള്ള ആർത്തി എനിക്ക് നന്നായി അറിയാം. ഞാൻ ഇല്ലാതാകുന്നതോടെ അവർ നിന്നെ ആ തറവാട്ടിൽ നിന്നും തെരുവിലേക്ക് ഇറക്കിവിടുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആരും ശ്രദ്ധിക്കാത്ത ഈ പഴയ മൺവീട് എന്റെ സ്വന്തം പെൻഷൻ കാശ് കൊടുത്ത് ഞാൻ ലേലത്തിൽ വാങ്ങി നിനക്കായി മാറ്റിവെച്ചത്. ഇതിന്റെ ഉത്തരത്തിനുള്ളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ നിധി നിനക്കുള്ളതാണ്. ഇത് മറ്റാരും അറിയരുത്. ഇത് നിന്റെ ആത്മാഭിമാനമാണ് മോളെ. ഇത് കൊണ്ട് നീ ഒരു പുതിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം. കത്ത് വായിച്ചു തീർന്ന അഞ്ജലി ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഈ ലോകം മുഴുവൻ തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും തന്നെ മനസ്സിലാക്കാനും തന്റെയും കുഞ്ഞുങ്ങളുടെയും ഭാവി കാത്തു സൂക്ഷിക്കാനും ഈ ഭൂമിയിൽ തന്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളമുലച്ചു കളഞ്ഞു. ഒരു നിമിഷം കൊണ്ട് തന്നെ പട്ടിണിക്കിട്ടവർക്കും 10,000 രൂപയുടെ വീടെന്ന് പരിഹസിച്ചവർക്കു മുന്നിൽ താൻ കോടീശ്വരിയായി മാറിയെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ ആ വാർത്ത പുറത്തറിഞ്ഞാൽ അസൂയമൊത്ത സഹോദരങ്ങൾ ഉടൻ തന്നെ ഈ മണ്ണിലേക്ക് ഓടിയെത്തുമെന്നും നിയമപരമായി ഇത് തട്ടിയെടുക്കാൻ ശ്രമിക്കുമെന്നും ബുദ്ധിമതിയായ അഞ്ജലിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സന്തോഷം ആഘോഷിക്കാൻ അവൾ തുനിഞ്ഞില്ല. അവൾ വളരെ പെട്ടെന്ന് ആ ഇരുമ്പ് പെട്ടി പഴയതുപോലെ ഉത്തരത്തിലെ രഹസ്യ അറയിലേക്ക് തന്നെ നീക്കിവെച്ചു. ആ മരപ്പാളി ഭദ്രമായി അടച്ച് ചോർച്ചയും മറിച്ചു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ വ്യക്തമായൊരു പദ്ധതി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. കയ്യിലുള്ള അമൂല്യമായ പുരാതന നിധിശേഖരം എങ്ങനെയെങ്കിലും പുറംലോകം അറിയാതെ വിറ്റഴിക്കണം. നാട്ടിലെ വലിയ ജ്വല്ലറികളിൽ പോയാൽ ആ വിവരം കാട്ടുതീ പോലെ പടരുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഒടുവിൽ അവൾ തന്റെ പഴയ കോളേജ് സുഹൃത്തും നഗരത്തിൽ പുരാവസ്തു ഗവേഷണം നടത്തുന്നയാളുമായ ആനന്ദിനെ വിളിക്കാൻ തീരുമാനിച്ചു. ഫോണിലൂടെ കൂടുതൽ വിവരങ്ങളൊന്നും പറയാതെ അടിയന്തരമായി ഒന്ന് കാണണമെന്ന് മാത്രം അവൾ ആവശ്യപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന വിലമതിക്കാനാകാത്ത ഒരു പുരാതന സ്വർണ്ണപ്പതക്കം തന്റെ സാരിത്തുമ്പിൽ ഭദ്രമായി കെട്ടിവെച്ചുകൊണ്ട് അവൾ നഗരത്തിലേക്ക് തിരിച്ചു. നഗരത്തിലെ ആനന്ദിന്റെ ഓഫീസിലെത്തിയ അഞ്ജലി തന്റെ സാരിത്തുമ്പിൽ സൂക്ഷിച്ചിരുന്ന ആ പതക്കം പുറത്തെടുത്തു. അത് കണ്ടതും ആനന്ദിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവൻ തന്റെ പ്രത്യേക ഗ്ലാസ് ഉപയോഗിച്ച് അത് സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. അഞ്ജലി, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? വിറക്കുന്ന ശബ്ദത്തോടെ ആനന്ദ് ചോദിച്ചു. ഇത് വെറും ഒരു സ്വർണമല്ല, ചരിത്രമാണ്. വിപണിയിൽ നീ വിചാരിക്കുന്നതിലും അപ്പുറം മൂല്യമുണ്ടതിനെ. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന നിധിയാണിത്. ആനന്ദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഞ്ജലിയുടെ കാലുകൾ വിറച്ചു. ആനന്ദിന്റെ സഹായത്തോടെ ആ ആഭരണങ്ങൾ രഹസ്യമായി വിൽക്കാൻ അവൾ തീരുമാനിച്ചു. അവിടെ നിന്നും ലഭിച്ച ആദ്യത്തെ തുക കയ്യിലെത്തിയപ്പോൾ അഞ്ജലി ആഡംബരങ്ങൾ കാട്ടി നടക്കാൻ തുടങ്ങിയില്ല. പകരം അവൾ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങി. ആദ്യം ചെയ്തത് തന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രങ്ങളും പോഷകാഹാരങ്ങളും വാങ്ങി നൽകുക എന്നതായിരുന്നു. തുടർന്ന് തകർന്നു വീഴാറായ ആ പഴയ മൺവീടിന്റെ അറ്റകുറ്റപ്പണികൾ അവൾ പതുക്കെ ആരംഭിച്ചു. കാടുപിടിച്ചു കിടന്ന പറമ്പ് വൃത്തിയാക്കാനായി പണിക്കാരെ ഇറക്കി. അഞ്ജലി പെട്ടെന്ന് പണം കണ്ടെത്തി വീട് നന്നാക്കാൻ തുടങ്ങിയ വിവരം തറവാട്ടു വീട്ടിലിരുന്ന ഹരിയും രമയും അറിഞ്ഞു. ഒരു പൈസ പോലുമില്ലാതെ പട്ടിണി കിടന്നവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം എന്ന ചോദ്യം അവരെ വല്ലാതെ അസ്വസ്ഥരാക്കി.
അവൾ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച എന്തോ വലിയ നിധി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഹരി ഉറപ്പിച്ചു. അവൾ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ ഹരി പോലീസിൽ ഒരു വ്യാജ പരാതി നൽകി. ഈ പഴയ വീട്ടിൽ മോഷ്ടിക്കപ്പെട്ട പുരാതനമായ സ്വർണ്ണ വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു പരാതി. അടുത്ത ദിവസം രാവിലെ ഒരു പോലീസ് ജീപ്പ് അഞ്ജലിയുടെ വീട്ടുപടിക്കൽ വന്നു നിന്നു. ജീപ്പിൽ നിന്നും പോലീസിനൊപ്പം അഹങ്കാരത്തോടെ ഹരിയും ഇറങ്ങി വന്നു. അവന്റെ മുഖത്ത് ഒരു പൈശാചിക ചിരിയുണ്ടായിരുന്നു. ഈ വീട് മുഴുവൻ ഞങ്ങൾക്ക് റൈഡ് ചെയ്യണം എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ ഹൃദയം ഒരു നിമിഷം പടപടായിടിച്ചു. തന്റെ രഹസ്യാറ അവർ കണ്ടുപിടിക്കുമോ എന്ന് അവൾ ഭയന്നു. പക്ഷേ അവൾ തളർന്നില്ല. അവൾ പോലീസിന് മുന്നിലേക്ക് ധൈര്യത്തോടെ ചെന്നു നിന്നു. സർ, ഒരു സ്ത്രീയും കുഞ്ഞുങ്ങളും മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ ഒരു മുൻവിധിയുമില്ലാതെ കയറി പരിശോധിക്കാൻ നിങ്ങൾക്ക് സെർച്ച് വാറണ്ടുണ്ടോ? അഞ്ജലിയുടെ ആ ചോദ്യം കേട്ട് പോലീസ് ഓഫീസറും ഹരിയും ഒരുപോലെ പകച്ചുപോയി. പണ്ട് കണ്ട പാവം അഞ്ജലിയല്ല അവരിപ്പോൾ. നിയമവും ലോകവും പഠിച്ച ഒരു പോരാളിയായിരുന്നു അവൾ. വാറണ്ടില്ലാതെ അകത്തു കയറിയാൽ ജോലി തെറിക്കുമെന്ന് മനസ്സിലാക്കിയ പോലീസ് ഓഫീസർ ഹരിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവർ അവിടെ നിന്നും തിരിച്ചുപോയി. അതൊരു വലിയ വിജയമായിരുന്നു. എന്നാൽ ശത്രുക്കൾ ഇതിലും വലിയ തന്ത്രങ്ങളുമായി വീണ്ടും വരുമെന്ന് അഞ്ജലിക്ക് നന്നായി അറിയാമായിരുന്നു. പോലീസിനെ വെച്ച് അഞ്ജലിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹരിയും രമയും അടുത്ത ചതിക്കണ്ണികളുമായി മുന്നോട്ട് നീങ്ങി. ഇത്തവണ അവർ തിരഞ്ഞെടുത്തത് നിയമത്തിന്റെ വഴിയായിരുന്നു. അഞ്ജലിക്ക് അച്ഛൻ നൽകിയ ആ പഴയ മൺവീട്ടിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതിനായി അവർ കോടതിയിൽ ഒരു പുതിയ കേസ് ഫയൽ ചെയ്തു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മാനസിക നില പൂർണ്ണമായും തകരാറിലായിരുന്നു. ആ സമയത്ത് അഞ്ജലി അച്ഛനെ സ്വാധീനിച്ചാണ് ഈ വിൽപത്രം എഴുതി വാങ്ങിയത് എന്നതായിരുന്നു ഹരിയുടെ പ്രധാന വാദം. കൂടാതെ കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തുക്കൾ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് അച്ഛൻ ആ പഴയ മൺവീട് വാങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ ആ വീടിന്മേലും അതിനുള്ളിലുണ്ടെന്ന് സംശയിക്കുന്ന ഏതൊരു വസ്തുവിന്മേലും തങ്ങൾക്കും തുല്യാവകാശമുണ്ടെന്നും അവർ കോടതിയിൽ വാദിച്ചു. കേസ് തീരുന്നതുവരെ അഞ്ജലിക്കെതിരെ സ്റ്റേ ഓർഡർ സമ്പാദിക്കുകയായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ ആ നിർണായകമായ ദിവസം എത്തിച്ചേർന്നു. ജില്ലാ കോടതിയുടെ വിസ്താരമുറിയിൽ വല്ലാത്തൊരു ശ്വാസമുട്ടിക്കുന്ന അന്തരീക്ഷം പടർന്നിരുന്നു. കോടതിയിൽ ഹാജരായ ഒട്ടനവധി ആളുകൾ വലിയ ആകാംക്ഷയിലായിരുന്നു. മുറിയുടെ ഒരു വശത്ത് അഞ്ജലി തന്റെ വക്കീലിനൊപ്പം വളരെ ശാന്തമായി എന്നാൽ ഉറച്ച ആത്മവിശ്വാസത്തോടെ നിന്നു. മറുഭാഗത്ത് ജയമുറപ്പിച്ച ഭാവത്തിൽ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് ഹരിയും രമയും തങ്ങളുടെ വക്കീലിനൊപ്പം ഇരിപ്പുറപ്പിച്ചു. വിചാരണ ആരംഭിച്ചതും ഹരിയുടെ വക്കീൽ അഞ്ജലിക്ക് നേരെ ആഞ്ഞടിച്ചു. യുവർ ഓണർ, കയ്യിൽ ഒരു പൈസ പോലുമില്ലാതെ പട്ടിണി കിടന്നിരുന്ന ഈ സ്ത്രീക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ വന്നത്? ഇവർ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച എന്തോ പുരാതന വസ്തുക്കൾ കണ്ടെത്തി കരിഞ്ചന്തയിൽ വിറ്റ് പണം സമ്പാദിക്കുകയാണ്. ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ആ വീടും പറമ്പും അടിയന്തിരമായി കോടതി കസ്റ്റഡിയിലെടുക്കണം. ഈ സ്ത്രീക്കെതിരെ സ്റ്റേ ഓർഡർ പുറപ്പെടുവിക്കണം. ഹരിയുടെ വക്കീലിന്റെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ട് അഞ്ജലിയുടെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. എല്ലാം കൈവിട്ടു പോകുമോ എന്ന് അവൾ ഭയന്നു. ഹരിയുടെയും രമയുടെയും മുഖത്ത് അപ്പോൾ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അഞ്ജലിയുടെ വക്കീൽ ഹരീഷ് വളരെ പതുക്കെ തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അദ്ദേഹം ജഡ്ജിയെ നോക്കി തികച്ചും ശാന്തനായി പറഞ്ഞു, യുവർ ഓണർ, പ്രതിഭാഗം വക്കീലിന്റെ വാദങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. അച്ഛൻ വിശ്വനാഥൻ ഈ വിൽപത്രം എഴുതിയത് പൂർണ്ണമായ മാനസികാരോഗ്യത്തോടെയും ബോധത്തോടെയുമാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ വ്യക്തമായൊരു തെളിവുണ്ട്. വിശ്വനാഥൻ സർ മരിക്കുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് സ്വന്തമായി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ സന്ദേശമാണിത്. വക്കീൽ ഹരീഷ് തന്റെ ലാപ്ടോപ്പ് കോടതി മുറിയിലെ വലിയ TV സ്ക്രീനുമായി കണക്ട് ചെയ്തു. പെട്ടെന്ന് സ്ക്രീനിൽ തെളിഞ്ഞതും കോടതി മുറി ഒന്നടങ്കം നിശബ്ദമായി. അതിൽ വിശ്വനാഥൻ സാറിന്റെ ശാന്തമായ മുഖം ദൃശ്യമായി. അച്ഛനെ സ്ക്രീനിൽ കണ്ടതും അഞ്ജലിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. വീഡിയോയിൽ വിശ്വനാഥൻ സർ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഹരി, രമ, നിങ്ങൾ രണ്ടുപേരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പണത്തോടും സ്വത്തിനോടുമുള്ള നിങ്ങളുടെ ആർത്തി എനിക്ക് നന്നായി അറിയാം. എന്റെ ഇളയ മകൾ അഞ്ജലി അവൾ സ്നേഹിച്ചവന്റെ കൂടെ പോയി എന്ന ഒറ്റ കാരണത്താൽ ഞാൻ ഇല്ലാതാകുന്നതോടെ നിങ്ങൾ അവളെ പട്ടിണിക്കിടുമെന്നും തെരുവിലേക്ക് ഇറക്കിവിടുമെന്നും ഈ അച്ഛനെ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിൽപത്രം ഇങ്ങനെയൊരു രീതിയിൽ എഴുതിയത്. ഞാൻ ലേലത്തിൽ വാങ്ങിയ ആ പഴയ മൺവീടും 5 സെന്റ് സ്ഥലവും എന്റെ സ്വന്തം പെൻഷൻ പൈസ കൊണ്ടാണ് വാങ്ങിയത്. അതിന് നമ്മുടെ കുടുംബ സ്വത്തുകളുമായി യാതൊരു ബന്ധവുമില്ല. ആ വീടിന്റെ ആധാരത്തിൽ ഈ കാര്യം ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലോ അതിനുള്ളിലെ വസ്തുക്കളിലോ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. വിശ്വനാഥൻ സാർ ഒരു നിമിഷം നിർത്തി. തന്റെ കണ്ണട മാറ്റി സ്ക്രീനിലേക്ക് നോക്കി തുടർന്നു. മോളെ അഞ്ജലി, നീ ഒട്ടും തളരരുത്. ആ പഴയ വീടിന്റെ മേൽക്കൂരക്കുള്ളിൽ ഞാൻ നിനക്കായി കരുതി വെച്ചിരിക്കുന്നത് വെറും ഒരു നിധിയല്ല.
നിന്റെ ആത്മാഭിമാനമാണ്. അതുകൊണ്ട് നീ നിന്റെ സ്വന്തം സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം. ഈ അച്ഛന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും. വീഡിയോ അവസാനിച്ചതോടെ കോടതി മുറിയിൽ വീണ്ടും കനത്ത നിശബ്ദത പടർന്നു. ഹരിയുടെയും രമയുടെയും മുഖം വിളറി വെളുത്തു. ചോര വാർന്നുപോയ അവസ്ഥയിലായിരുന്നു അവർ രണ്ടുപേരും. അച്ഛന് മാനസിക വിഭ്രാന്തിയായിരുന്നു എന്ന അവരുടെ വാദം ആ ഒറ്റ വീഡിയോയിലൂടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ജഡ്ജി ഗൗരവത്തോടെ രേഖകളെല്ലാം ഒരിക്കൽ കൂടി പരിശോധിച്ച ശേഷം തന്റെ വിധി പ്രസ്താവനയ്ക്കായി എഴുന്നേറ്റ് നിന്നു. ഈ കോടതി വിധി പ്രസ്താവിക്കുന്നു. വിശ്വനാഥൻ സാറിന്റെ വിൽപത്രം 100% നിയമപരമാണ്. അഞ്ജലിക്ക് ലഭിച്ച സ്വത്തിൽ മറ്റു സഹോദരങ്ങൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. കൂടാതെ വ്യാജമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് ഹരിക്കും രമക്കും കോടതി വലിയൊരു തുക പിഴ ശിക്ഷയായി വിധിക്കുന്നു. അഞ്ജലിയുടെ വീടിന്മേൽ ഏർപ്പെടുത്തിയ എല്ലാ സ്റ്റേ ഓർഡറുകളും ഇതോടുകൂടി റദ്ദാക്കുന്നു. ജഡ്ജിയുടെ ചുറ്റിക മേശപ്പുറത്തടിച്ച ശബ്ദം കേട്ടതും അഞ്ജലി കണ്ണീരോടെ മുട്ടുകുത്തിയിരുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞു. സത്യം ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഹങ്കാരത്തോടെ വന്ന ഹരിക്കും രമയ്ക്കും നാണക്കേട് കൊണ്ട് തല ഉയർത്താൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കോടതി മുറിയിലെ ആ ചരിത്രപരമായ വിജയത്തിന് ശേഷം അഞ്ജലിയുടെ ജീവിതം മാറിമറിയുകയായിരുന്നു. തനിക്ക് ഉത്തരത്തിലെ രഹസ്യ അറയിൽ നിന്നും ലഭിച്ച അമൂല്യമായ പുരാതന നിധിശേഖരം അവൾ നിയമവിരുദ്ധമായി വിൽക്കാൻ തുനിഞ്ഞില്ല. പകരം തികഞ്ഞ നിയമബോധത്തോടെ അവൾ ആ നിധി മുഴുവൻ സർക്കാർ അംഗീകാരമുള്ള പുരാവസ്തു മ്യൂസിയത്തിലേക്ക് കൈമാറി. അതിന്റെ മൂല്യം കണക്കാക്കി സർക്കാരിൽ നിന്നും നിയമാനുസൃതമായി കോടിക്കണക്കിന് രൂപയാണ് അഞ്ജലിക്ക് പ്രതിഫലമായി ലഭിച്ചത്. എന്നാൽ കോടീശ്വരിയായി മാറിയപ്പോഴും അഞ്ജലിക്ക് അഹങ്കാരം വന്നില്ല. ആഡംബരങ്ങൾ കാട്ടി പണം ദൂർത്തടിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. താൻ പട്ടിണി കിടന്നപ്പോൾ തനിക്ക് തണലായ തന്റെ അച്ഛന്റെ സ്നേഹം ഒളിഞ്ഞിരുന്ന ആ പഴയ മൺവീടിനെ അവൾ ജീവനറ്റ ഒരു വസ്തുവായി ഉപേക്ഷിച്ചതുമില്ല. ആ മൺവീടിന്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ അതിനെ മനോഹരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനു ചുറ്റുമായി അവൾ വാത്സല്യം ഹെറിറ്റേജ് ഹോം എന്ന പേരിൽ ഒരു ആഡംബര റിസോർട്ട് കെട്ടിപ്പടുത്തു. കേരളത്തിന്റെ പരമ്പരാഗത കലകളും നാടൻ ഭക്ഷണ രീതികളും ആസ്വദിക്കാനായി വിദേശ വിനോദസഞ്ചാരികൾ പോലും അങ്ങോട്ടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ നാട്ടിലെ ഏറ്റവും മികച്ചതും പ്രശസ്തവുമായ റിസോർട്ടായി അത് മാറി. പണ്ട് താൻ പട്ടിണി കിടന്ന അതേ മുറ്റത്ത് ഇന്ന് 100 കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് അഞ്ജലി ജോലി നൽകിയത്. തന്റെ കുഞ്ഞുങ്ങളെ അവൾ നാട്ടിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിൽ പഠിപ്പിച്ചു. പണ്ട് എല്ലാവരും ഒരു അഗതിയായി കണ്ട് തള്ളിക്കളഞ്ഞ അഞ്ജലി ഇന്ന് ആ നാട്ടിലെ ഏറ്റവും വിജയിച്ച, ആദരിക്കപ്പെടുന്ന ഒരു ബിസിനസ് വിമണായി തല ഉയർത്തി നിന്നു. എന്നാൽ നാണയത്തിന്റെ മറുപുറം പോലെ അപ്പുറത്ത് കാലം ഹരിക്കും രമക്കുമായി കരുതി വെച്ചിരുന്നത് മറ്റൊരു വിധിയായിരുന്നു. അച്ഛൻ നൽകിയ കോടികളുടെ സ്വത്തും തറവാട് വീടും അഹങ്കാരത്തോടെ ദുർത്തടിച്ച ഹരിയുടെ ബിസിനസ്സുകൾ ഒന്നൊന്നായി തകരാൻ തുടങ്ങി. പണത്തോടുള്ള അമിതമായ ആർത്തി കാരണം അവൻ തൊട്ടതെല്ലാം നഷ്ടത്തിലാണ് കലാശിച്ചത്. കടങ്ങൾ 10 മടങ്ങായി പെരുകിയതോടെ ഒടുവിൽ വിശ്വനാഥൻ സാർ അഭിമാനത്തോടെ ജീവിച്ചിരുന്ന ആ വലിയ തറവാട് വീട് ബാങ്ക് ജപ്തി ചെയ്തു. ഹരിയെ തെരുവിലേക്ക് ഇറക്കിവിട്ടു. സഹോദരിയായ രമയുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. ഭർത്താവുമായും അയാളുടെ വീട്ടുകാരുമായും സ്വത്ത് തർക്കത്തിലേർപ്പെട്ട അവളെ അവർ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. നിയമ പോരാട്ടങ്ങൾ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും മുഴുവൻ നഷ്ടപ്പെട്ടതോടെ അവളും പൂർണ്ണമായി ഒറ്റപ്പെട്ടു. പണ്ട് തറവാടിന്റെ പടിവാതിൽക്കൽ വെച്ച് അഞ്ജലിയെ 10,000 രൂപയുടെ വീട്ടുകാരി എന്ന് പരിഹസിച്ച് കഴിക്കാൻ ഒരിറ്റ് കഞ്ഞിവെള്ളം പോലും കൊടുക്കാതെ കനത്ത മഴയത്തേക്ക് തള്ളിവിട്ടവർ ഇന്ന് തലചായ്ക്കാൻ ഒരിടമില്ലാതെ യാചകരെ പോലെ അലയേണ്ട അവസ്ഥയായി. സ്വന്തം അച്ഛന്റെ സ്നേഹത്തേക്കാൾ പണത്തെ മാത്രം സ്നേഹിച്ചവർക്ക് കാലം കാത്തുവെച്ച വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. ഒരു മനോഹരമായ വൈകുന്നേരം തന്റെ ആഡംബര റിസോർട്ടിലേക്ക് വരികയായിരുന്ന അഞ്ജലി ഗേറ്റിൽ വലിയൊരു ബഹളം കേട്ടാണ് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടത്. സെക്യൂരിറ്റി ജീവനക്കാർ ആരോ 2 പേരെ അവിടെ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയായിരുന്നു. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയ അഞ്ജലി ഒരു നിമിഷം നെട്ടിപ്പോയി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ഒട്ടിയ വയറുമായി ആകെ തളർന്ന് ഗേറ്റിൽ നിൽക്കുന്നത് തന്റെ സ്വന്തം സഹോദരനായ ഹരിയും സഹോദരി രമയുമായിരുന്നു. അഞ്ജലി കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. പണ്ട് അഹങ്കാരത്തോടെ തിളങ്ങി നിന്ന ആ മുഖങ്ങളിൽ ഇന്ന് ദയനീയത മാത്രമാണ് ഉണ്ടായിരുന്നത്. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അഞ്ജലിയെ കണ്ടതും അവർ ഓടിവന്ന് അവളുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. മോളെ അഞ്ജലി, ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. അച്ഛൻ നിനക്ക് തന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയെന്ന് ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. പട്ടിണി കിടന്ന് ഞങ്ങൾ ചത്തുപോകും മോളെ, ഞങ്ങളെ കൈവിടരുത്. ഹരിയുടെ വാക്കുകളിൽ പണ്ടത്തെ ആ അഹങ്കാരത്തിന്റെ അംശം പോലും ഇല്ലായിരുന്നു. പണ്ട് ഭർത്താവ് മരിച്ച് 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി അഭയം തേടി വന്നപ്പോൾ തന്നെ ആട്ടിയോടിച്ച ആ കറുത്ത നിമിഷം അഞ്ജലിയുടെ മനസ്സിലൂടെ ഒന്ന് കടന്നുപോയി. അവളുടെ നെഞ്ച് ഒരു നിമിഷം വിങ്ങി. പക്ഷേ അവൾക്ക് അവരുടെ ദേഷ്യമോ പ്രതികാര ബുദ്ധിയോ തോന്നിയില്ല. പകരം വല്ലാത്തൊരു സഹതാപം മാത്രമാണ് തോന്നിയത്. അവൾ അവരെ നോക്കി തികച്ചും ശാന്തമായി എന്നാൽ ഗാംഭീര്യത്തോടെ പറഞ്ഞു,
നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരാം. പക്ഷേ അച്ഛൻ എനിക്ക് തന്ന ഈ മണ്ണിൽ ഇനി നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കില്ല. എന്റെ റിസോർട്ടിലെ അടുക്കളയിൽ കുറച്ച് ജീവനക്കാരുടെ കുറവുണ്ട്. നാളെ മുതൽ നിങ്ങൾക്ക് അവിടെ ജോലിക്ക് കയറാം. അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കൂ. അവർക്ക് പണം വെറുതെ കൊടുത്ത് വീണ്ടും അലസരാക്കുന്നതിനേക്കാൾ പണ്ട് തങ്ങൾ പുഴുവിനെ പോലെ കരുതി പടിയടച്ചിറക്കിവിട്ട അഞ്ജലിയുടെ കീഴിൽ സാധാരണക്കാരായ തൊഴിലാളികളായി അടുക്കളയിൽ ജോലി ചെയ്യേണ്ടി വരുന്നതാണ് അവർക്ക് കാലം കരുതി വെച്ച ഏറ്റവും വലിയ ശിക്ഷയെന്ന് ബുദ്ധിമതിയായ അഞ്ജലിക്ക് അറിയാമായിരുന്നു. പ്രതികാരമല്ല, മറിച്ച് അവഗണനയും അർഹതക്കുള്ള തിരിച്ചറിവുമാണ് തെറ്റുകാർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് അവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. റിസോർട്ടിന്റെ ബാൽക്കണിയിൽ നിന്നും താഴെ മുറ്റത്ത് സന്തോഷത്തോടെ കളിക്കുന്ന തന്റെ മക്കളെ നോക്കി നിൽക്കുമ്പോൾ അഞ്ജലിയുടെ മുഖത്ത് വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. ജീവിതം നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തളർന്നു വീഴാനല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ കുതിച്ചുയരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അഞ്ജലിക്ക് അച്ഛൻ നൽകിയത് വെറും ഒരു മൺവീടായിരുന്നില്ല. അവളുടെ നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ആയുധമായിരുന്നു അത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, കൂടെയുള്ളവർ പോലും കൈവിടുമ്പോൾ തോറ്റുകൊടുക്കരുത് എന്ന വലിയൊരു പാഠമാണ് അഞ്ജലിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ പ്രതികാരം ചെയ്യേണ്ടത് വഴക്കിട്ടോ യുദ്ധം ചെയ്തോ അല്ല, മറിച്ച് അവരെക്കാൾ മികച്ച രീതിയിൽ ജീവിച്ച് കാണിച്ചുകൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.